ഫിഫ്ത്ത് മോഡ്യൂളിലെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ FOPC യൂസ് ചെയ്തുകൊണ്ട് നോളജ് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നാണ്. സോ റെപ്രസെൻറ്റേഷൻ ബേസ്ഡ് ഓൺ FOPC. FOPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോൺ ആസ് ഫസ്റ്റ് ഓർഡർ പ്രെഡിക്കേറ്റ് കാൽക്കുലസ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ആക്ച്വലി നോളജ് റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട് ഫ്ലെക്സിബിൾ ആയിട്ടും വെൽ അണ്ടർസ്റ്റുഡ് ആയിട്ടും കമ്പ്യൂട്ടേഷണലി ട്രാക്റ്റബിൾ ആയിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ അപ്രോച്ചാണ് FOPC എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് വളരെ കുറച്ച് സ്പെസിഫിക് കമ്മിറ്റ്മെന്റ്സ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പല രീതിയിലുള്ള റെപ്രസെൻറ്റേഷൻസും പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി ഉണ്ട്. സോ ഇതിനകത്ത് നമ്മൾ FOPCയിൽ ഒബ്ജക്ട്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ടേംസ് എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പോൾ ഓരോ ടേമും റെപ്രസെന്റ് ചെയ്യുന്നത് ഒബ്ജക്ട്സിനെയാണ്. ദെൻ അതുപോലെ തന്നെ ഓരോ ടേമിനകത്തും കോൺസ്റ്റൻസ്, ഫങ്ഷൻസ്, വേരിയബിൾസ്, ഇതാണ് ഇതിൻ്റെ എലമെന്റ്സ് ആയിട്ട് വരുന്നത്. ഓരോ ടേമിൻ്റെയും എലമെന്റ്സ് എന്ന് പറയുന്നത് കോൺസ്റ്റൻസ്, ഫങ്ഷൻസ്, വേരിയബിൾസ് ആണ്. ഇതിൽ കോൺസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ദിസ് വിൽ റെഫർ ടു സ്പെസിഫിക് ഓബ്ജക്ട്സ് ഇൻ ദ വേൾഡ്. നമുക്ക് ഏത് ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റിനെയാണോ റിയൽ വേൾഡിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാനുള്ളത്, ആ ഒരു ഒബ്ജക്റ്റിനെ റെഫർ ചെയ്യുന്ന ആ ഒരു ടേമിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു റെപ്രസെൻറ്റേഷനാണ് നമ്മൾ കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നൗൺസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു പേഴ്സണെ കാണിക്കുന്നതാണെങ്കിൽ നമ്മൾ ജോൺ എന്ന് പറയുന്ന പേര് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാം. അതുപോലെ പ്ലേസ് നെയിംസ്, ഇങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റ് റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. അതാണ് കോൺസ്റ്റൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഫങ്ഷൻസ് ഉണ്ട്. ഫങ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേനും ദീസ് ആർ ദ കൺസെപ്റ്റ്സ് ദാറ്റ് വിച്ച് ആർ ഓഫൺ എക്സ്പ്രസ്ഡ്. നമ്മൾ അതായത് ഈ ഒബ്ജക്ട്സ് റെപ്രസെൻ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൺസെപ്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ജോണിൻ്റെ ഫാദർ എന്നുള്ളത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഫാദർ ഓഫ് ജോൺ എന്നുള്ളത് ഇതുപോലെ ഒരു ഫങ്ഷൻ രീതിയിലായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതുപോലെ വേരിയബിൾസ് ഉണ്ട്. വേരിയബിൾസ് എന്ന് പറയുന്നത് ദിസ് വിൽ ഗീവ്സ് ദ എബിലിറ്റി ടു മേക്ക് അസേർഷൻസ് ആൻഡ് ഡ്രോ ഇൻഫറൻസസ് അബൌട്ട് ഒബ്ജക്ട്സ്. ഒബ്ജക്ട്സിനെ തന്നെയാണ് നമ്മൾ വേരിയബിൾസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതുകൊണ്ട് ഇങ്ങനെ വേരിയബിൾസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ മേക്ക് അസേർഷൻസ് ആൻഡ് വി ക്യാൻ ഡ്രോ ഇൻഫറൻസസ്. ഒരു ഒബ്ജക്റ്റിനെ കുറിച്ച് പുതിയൊരു ഇൻഫറൻസ് നമുക്ക് അതിൽ നിന്ന് ഗെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അസേർഷൻസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാനോ ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേരിയബിൾസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ എക്സ്, വൈ എന്നൊക്കെ പറഞ്ഞായിരിക്കും നമ്മൾ വേരിയബിൾസ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. സോ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ മഹാറാണി സെർവ്സ് വെജിറ്റേറിയൻ ഫുഡ് എന്നുള്ള ഒരു സെൻറ്റൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ സെൻറ്റൻസിന് റീസണബിൾ ആയിട്ടുള്ള ഒരു FOPC റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ ഒരു ഫോർമുല രൂപത്തിലായിരിക്കും എഴുതുന്നത്. അപ്പോൾ ഇവിടെ ഒബ്ജക്ട്സ് ഏതൊക്കെയാണ്? മഹാറാണി എന്നുള്ളത് ഒരു ഒബ്ജക്റ്റ് ആണ്, വെജിറ്റേറിയൻ ഫുഡ് എന്നുള്ളത് അനദർ ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ഒബ്ജക്ട്സ് ആണ് നമ്മൾ ഈ ഫംഗ്ഷൻ്റെ ഇതിനുള്ളിലും സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, മഹാറാണി വെജിറ്റേറിയൻ ഫുഡ് എന്നുള്ളത് നമ്മൾ ഒബ്ജക്ട്സ് കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്ത് ഒബ്ജക്ട്സ് റെപ്രസെന്റ് ചെയ്യുന്നു. ദെൻ ഇത് തമ്മിലുള്ള ആ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെർവ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, മഹാറാണി സെർവ്സ് വെജിറ്റേറിയൻ ഫുഡ് എന്നുള്ളതാണ് ഈ ഒരു ഫോർമുല മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ സെന്റൻസുകളെയും FOPC യൂസ് ചെയ്ത് റെപ്രസെൻറ്റേഷൻ ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് തന്നെ നമുക്ക് പല ലാർജർ കോമ്പോസിറ്റ് റെപ്രസെൻറ്റേഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അതിനുവേണ്ടി നമുക്ക് ലോജിക്കൽ കണക്റ്റീവ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഓൾറെഡി പ്രെഡിക്കേറ്റ് കാൽക്കുലസിലും ഇതിലൊക്കെ നിങ്ങൾ ലോജിക്കൽ കണക്റ്റീവ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സെയിം കൺസെപ്റ്റ്സ് ഒക്കെ തന്നെയാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്നത് FOPC റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് എന്നുള്ളതാണ് ഇനി വരുന്നത്. വേറൊരു എക്സാമ്പിൾ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. I only have $5 and I don't have a lot of time. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ രണ്ട് സെൻറ്റൻസുകളുടെ അല്ലെങ്കിൽ രണ്ട് കൺസെപ്റ്റുകളുടെ ഒരു കോമ്പിനേഷനാണ് ഈ ഒരൊറ്റ സെൻറ്റൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് I only have $5 എന്നുള്ളതാണ്. അപ്പോൾ അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഹാവ് എന്നുള്ളതാണ് നമുക്കിവിടെ ഫംഗ്ഷനായിട്ട് വരുന്നത്. ഫംഗ്ഷനകത്ത് എന്താണ്? സ്പീക്കർ. അതായത് ഇവിടെ I എന്നാണ് സബ്ജക്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ I എന്നുള്ളത് ആരാണോ പറയുന്നത് അയാളാണല്ലോ. സോ വി ആർ റെപ്രസെൻറ്റിങ് ദാറ്റ് ഒബ്ജക്റ്റ് ആസ് എ സ്പീക്കർ. ദെൻ $5 ആണ് അയാളുടെ കയ്യിലുള്ളത് എന്നുള്ളത്. സോ ഹാവ് സ്പീക്കർ $5. ഓക്കെ, ദെൻ ആൻഡിന് നമ്മളൊരു ലോജിക്കൽ കണക്റ്റീവ് യൂസ് ചെയ്യുന്നുണ്ട്, ആൻഡ് എന്നുള്ള ലോജിക്കൽ കണക്റ്റീവ്. ദെൻ ഇവിടെ വരുന്നത് I don't have a lot of time.
ഓക്കെ. അപ്പോൾ ഇവിടുത്തെ കേസിൽ എന്ന് പറയുന്നത് ഇത് നെഗേഷൻ ആണ് വരുന്നത്. അപ്പം നമ്മൾ ഐ ഡു ഹാവ് എ ലോട്ട് ഓഫ് ടൈം എന്നുള്ളതിൻ്റെ നെഗേഷൻ ആയിട്ടായിരിക്കും നമ്മളിവിടെ എടുക്കുന്നത്. സോ ഹാവ് സ്പീക്കർ ലോട്ട് ഓഫ് ടൈം. ഓക്കെ, ഇത് സെമികോളൻ അല്ല, കോമയാണ് വരുന്നത്. സ്പീക്കറിന് ലോട്ട് ഓഫ് ടൈം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു നെഗേഷൻ സിമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഹി ഡോണ്ട് ഹാവ് എനി ലോട്ട് ഓഫ് ടൈം എന്നുള്ള മീനിങ് ആണ് ഇവിടെ നമുക്ക് വരുന്നത്. സോ അപ്പോൾ ഇതിനെ നമ്മൾ ലോജിക്കൽ കണക്റ്റീവ് ആൻഡ് വെച്ച് കമ്പൈൻ ചെയ്താണ് നമ്മൾ കുറച്ചുകൂടി കോമ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് പല രീതിയിലുള്ള ലോജിക്കൽ കണക്റ്റീവ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പോൾ പി എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റോ അല്ലെങ്കിൽ പ്രെഡിക്കേറ്റോ ഉണ്ടെങ്കിൽ, ക്യൂ എന്ന് പറഞ്ഞ് വേറൊരു പ്രെഡിക്കേറ്റോ ഉണ്ടെങ്കിൽ, നോട്ട് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പിയുടെ വാല്യൂ, പിയുടെ ആ ഒരു സെൻറ്റൻസ് പ്രെഡിക്കേറ്റിൻ്റെ വാല്യൂ ഫോൾസ് ആണെങ്കിൽ നോട്ട് പി എന്ന് പറയുമ്പോൾ അത് ട്രൂ ആയി മാറും. പി ആൻഡ് ക്യൂ എടുക്കുമ്പോഴത്തേനും ഫോൾസും ആയതുകൊണ്ട് ഫോൾസ് ആയിരിക്കും വരിക. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു രീതിയിലുള്ള ലോജിക്കൽ, ഇതെല്ലാം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ആ സെയിം ലോജിക്കൽ കണക്റ്റീവ്സ് തന്നെയായിരിക്കും നമ്മൾ ഈ FOPCയിലും യൂസ് ചെയ്യുന്നത്. ഇനി വേറൊരു എക്സാമ്പിളാണ് എ റെസ്റ്റോറൻറ്റ് ദാറ്റ് സെർവ്സ് മെക്സിക്കൻ ഫുഡ് നിയർ ICSI. ഓക്കെ, ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ്, ഏത് റെസ്റ്റോറൻ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ല, ഒരു റെസ്റ്റോറൻറ്റ് ദാറ്റ് സെർവ്സ് മെക്സിക്കൻ ഫുഡ് നിയർ ICSI. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? സെർവ്സ് എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ വരുന്നുണ്ട്. സെർവ്സ് മെക്സിക്കൻ ഫുഡ് ആരാണ് സെർവ് ചെയ്യുന്നത്? ഒരു റെസ്റ്റോറൻറ്റ്. സോ ഫോർ ദാറ്റ് പെർട്ടിക്കുലർ റെസ്റ്റോറൻറ്റ് വി വിൽ ബി ടേക്കിംഗ് എ വേരിയബിൾ എക്സ്. ഓക്കെ, സോ ദെയർ എക്സിസ്റ്റ് എക്സ്, റെസ്റ്റോറൻറ്റ് ഓഫ് എക്സ്, ആൻഡ് സെർവ്സ് എക്സ് കോമ മെക്സിക്കൻ ഫുഡ്. ഈ എക്സ് സെർവ് ചെയ്യുന്നത് മെക്സിക്കൻ ഫുഡാണ് സെർവ് ചെയ്യുന്നത്. അത് എവിടെയാണ് ഉള്ളത്? നിയർ ICSI. ഇപ്പം നിയർ എന്നുള്ളത് അടുത്തൊരു ഫംഗ്ഷനാണ്. ലൊക്കേഷൻ ഓഫ് എക്സ്, എക്സിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ ICSIയുടെ ലൊക്കേഷൻ്റെ നിയർ ആണ് എന്നുള്ളതാണ് നമ്മളോട് പറയുന്നത്. സോ സെർവ്സ് മെക്സിക്കൻ ഫുഡ് നിയർ ICSI. അപ്പോൾ ഇത് രണ്ടും ട്രൂ കണ്ടീഷൻ ആണ് വരേണ്ടത്, അല്ലെ? രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ വി ആർ കണക്ടിങ് ദിസ് വിത്ത് ലോജിക്കൽ ആൻഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു സെൻറ്റൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ക്വാണ്ടിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. ആക്ച്വലി നമ്മളിവിടെ ലോജിക്കൽ ഫോർമുലാസിൽ വേരിയബിൾസിനെ നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യുന്നത് FOPCയുടെ കേസിൽ നമുക്ക് ലോജിക്കൽ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ലോജിക്കൽ പ്രോഗ്രാംസ് യൂസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഒരുപാട് ടൈപ്പ് ഓഫ് ക്വാണ്ടിഫയേഴ്സ് അവൈലബിൾ ആണ്. പക്ഷേ FOPCയിൽ നമുക്ക് രണ്ട് ക്വാണ്ടിഫയേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. എക്സിസ്റ്റൻഷ്യലി വരാം, അല്ലെങ്കിൽ യൂണിവേഴ്സലി വരാം. ദാറ്റ് മീൻസ് ഇഫ് ദെയർ എക്സിസ്റ്റ് എന്നുള്ള ഈ സിമ്പിൾ വരാം, അതല്ലെങ്കിൽ ഫോർ ഓൾ എന്നുള്ള സിമ്പിൾ വരാം. ഈ രണ്ട് രീതിയിലുള്ള ക്വാണ്ടിഫയേഴ്സ് ആണ് നമുക്ക് FOPCയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സോ അപ്പം ഇതെങ്ങനെയാണ് നമ്മൾ നോളജ് ബേസിൽ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പം നോളജ് ബേസിൽ നമ്മൾ കോൺസ്റ്റൻസ് ആണ് സ്പെസിഫിക് ഇൻഡിവിജ്വൽസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാളുടെ നെയിം നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണം. നെയിം J1 ജോൺ എന്ന് കാണിച്ചു കഴിഞ്ഞാൽ J1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ജോൺ എന്നുള്ള നെയിം ആണ്. ഇതൊരു വേരിയബിളായിട്ട് നമുക്ക് പറയാം. സോ റെസ്ട്രിക്റ്റഡ് ക്വാണ്ടിഫിക്കേഷൻസ് നമുക്ക് KRL നമ്മൾ നേരത്തെ പഠിച്ചതാണ്, നോളജ് റെപ്രസെൻറ്റേഷൻ ലാംഗ്വേജ്. ഇതിനകത്ത് നമ്മൾ എങ്ങനെയാണ് ഇത് നോളജ് റെപ്രസെൻറ്റേഷനിൽ വരുന്നത് എന്നുള്ളതാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ഫോർമുല എടുത്തു കഴിഞ്ഞാൽ ഇതിൽ പറയുന്നത് എന്താണ്? ദെയർ എക്സിസ്റ്റ് ആൻ എക്സ്, മാൻ ഓഫ് എക്സ്, ഹാപ്പി എക്സ് ഈസ് ഈക്വലൻ ടു ദെയർ എക്സിസ്റ്റ് എക്സ്, മാൻ ഓഫ് എക്സ് ആൻഡ് ഹാപ്പി എക്സ്. ഓക്കെ, ഈ രണ്ട് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഒരേ സെൻറ്റൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാന്ന് പറയുന്നതാണ്. അതായത് ദെയർ എക്സിസ്റ്റ് മാൻ ഈസ് ഹാപ്പി എന്നുള്ളതാണ് ഇവിടെ വരുന്നത് സെൻറ്റൻസ്. മാൻ ഹാപ്പിയാണ്. ഓക്കെ, അപ്പം ദെയർ എക്സിസ്റ്റ് മാൻ ഈസ് ഹാപ്പി. ഇത് വരുമ്പോഴത്തേനും യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ വരുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ദെയർ ഓൾ ദ മെൻ ആർ ഹാപ്പി എന്നുള്ളതായിരിക്കും ഇവിടെ നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ഈ രണ്ട് രീതിയിലുള്ള റെപ്രസെൻറ്റേഷൻസ് ആണ് നമുക്ക് KRL ചെയ്യാൻ പറ്റുന്നത്, അതും FOPC യൂസ് ചെയ്തുകൊണ്ട്. ഇനി അടുത്തതായിട്ട് സ്റ്റീരിയോടിപ്പിക്കൽ ഇൻഫർമേഷൻ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രെയിംസ് എന്ന് പറയുന്ന
ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു എൻകോഡഡ് സ്ട്രക്ചറാണ്. ആ സ്ട്രക്ചറിനെ നമ്മൾ ഫ്രെയിംസ് എന്നാണ് അറിയപ്പെടുന്നത്. ദെൻ അതിനകത്ത് തന്നെ ഈ ഓരോ ഫ്രെയിം എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഒബ്ജക്ട്സ് ആണ്. അതിനകത്ത് നമ്മൾ അസൈൻഡ് നെയിംസ് യൂസ് ചെയ്യാറുണ്ട്. ആ അസൈൻഡ് നെയിംസിനെ സ്ലോട്ട്സ് അല്ലെങ്കിൽ റോൾസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലോജിക്കൽ ഫോമിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പോലെ തന്നെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇപ്പോൾ ഫ്രെയിംസ് എന്ന് പറയുന്നത് വേറൊരു റെപ്രസെൻറ്റേഷൻ ആണ് വരുന്നത്. ഓക്കെ, അപ്പം ഇതൊരു എൻകോഡിംഗ് സ്ട്രക്ചർ ആണ്. ഈ എൻകോഡിംഗ് സ്ട്രക്ചറിൽ ഫ്രെയിം നമ്മൾ സ്റ്റീരിയോടിപ്പിക്കൽ ഇൻഫർമേഷൻ റെപ്രസെൻറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ ഓരോ പ്രിൻസിപ്പൽ ഒബ്ജക്ട്സിനും നമ്മൾ അസൈൻഡ് നെയിംസ് യൂസ് ചെയ്യാറുണ്ട്. അതിനെയാണ് സ്ലോട്ട്സ് അല്ലെങ്കിൽ റോൾസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഹൗസ് എന്ന് പറയുന്ന ഹൗസ് ഒരു ഫ്രെയിമാണ്. ഓക്കെ, ആ ഹൗസിന് സ്ലോട്ട്സ് ഉണ്ട്. അതായത് പല പല കമ്പോണൻസ് ചേരുന്നതാണ് ഹൗസ് എന്ന് പറയുന്നത്. അതായത് കിച്ചൺ ഉണ്ടാവും, ലിവിങ് റൂം ഉണ്ടാവും, ഹോൾവേ ഉണ്ടാവും, ഫ്രണ്ട് ഡോർ ഉണ്ടാവും. അങ്ങനെ പല സ്ലോട്ട്സ് ചേർന്നിട്ടാണ് ആ ഒരു ഫ്രെയിം ഫോം ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ആ ഫ്രെയിമിന് റിലേഷൻഷിപ്സ് ഉണ്ടായിരിക്കും. ഈ സ്ലോട്ട്സും ഒബ്ജക്ട്സും തമ്മിൽ റിലേഷൻഷിപ്സ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, കിച്ചൺ സ്ലോട്ട് ഓഫ് ദി ഹൗസ് ഫ്രെയിം ഹാസ് ടു ബി ഫിസിക്കലി ലൊക്കേറ്റഡ് വിത്തിൻ ദ ഹൗസ്. കറക്റ്റ് അല്ലേ? നമ്മളെപ്പോഴും കിച്ചൺ കൊടുക്കുന്നത് ഹൗസിൻ്റെ ഫ്രെയിമിനുള്ളിലായിരിക്കും. പിന്നെ ആ കിച്ചണിനകത്ത് തന്നെ വേരിയസ് അപ്ലയൻസസ്, നമുക്ക് ആവശ്യമായിട്ടുള്ള അപ്ലയൻസസ് വരാറുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിലാണ് സ്പെസിഫൈ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ്, ഓക്കെ, പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിനെ നമ്മൾ ഫ്രെയിം ടൈപ്പ് റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത് പറയാൻ പോകുന്നത്. സോ വി ആർ ഡിഫൈനിങ് ആൻ ഒബ്ജക്ട് ക്ലാസ് PC എന്ന് പറയുന്ന ഒരു ഒബ്ജക്ട് ക്ലാസ് ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. സോ അതിൻ്റെ റോൾസ് എന്ന് പറയുന്നത്, അതിന് കീബോർഡ്, അതിന് റോൾസ് എന്ന് പറയുമ്പോൾ അതിലേക്ക് കണക്ട് ചെയ്യുന്ന പാർട്സിനെയാണ് നമ്മൾ റോൾസ് എന്ന് പറയുന്നത്. സോ കീബോർഡിൻ്റെ ഡിസ്ക് ഉണ്ട്, മെയിൻ ബോക്സ് ഉണ്ട്. ഇത്രയാണ് ഇതിനകത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന വേരിയബിൾസ്. ഓക്കെ, ദെൻ ദർ ഈസ് സം കൺസ്ട്രെയിൻസ്. എന്താണ്? കീബോർഡ് എന്ന് പറയുന്നത് ഈ കീബി എന്ന് പറയുന്നത് അതിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. നമുക്ക് ഫോർ എക്സാമ്പിൾ വേണമെങ്കിൽ ഇതിനെ പോർട്ട് എന്നുള്ള രീതിയിൽ വേണമെങ്കിലും മീൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫിസിക്കൽ ആ ഡിവൈസസിനെ നമ്മൾ ഈ ഒരു പോർട്ടിലേക്കാണ് കണക്ട് ചെയ്യുന്നത്, അല്ലേ? സോ കീബോർഡ് കീബി, ദെൻ ഡിസ്ക് ഡ്രൈവ് ഡിസ്ക് 1, CPU മെയിൻ ബോക്സ്. ഇവിടെ നമ്മൾ കൺസ്ട്രെയിൻസ് ആണ് പറയുന്നത്. ഈ കൺസ്ട്രെയിൻസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ടു കണക്ട് ദിസ് കീബോർഡ് ഇൻ ടു ദാറ്റ് പെർട്ടിക്കുലർ റോൾ. ഓക്കെ, അങ്ങനെയാണ് ഈ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ റോൾസ് വരുന്നുണ്ട്? കീബോർഡിന് ഒരു റോൾ, അതായത് ഇൻപുട്ട് വരുന്നുണ്ട്, മെമ്മറി വരുന്നുണ്ട്, മെയിൻ ബോക്സ് അതായത് CPUവിൻ്റെ സ്ലോട്ട് വരുന്നുണ്ട്. ഇതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഏതൊക്കെയാണ് കണക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ റിലേഷൻസ് ആണ് നമ്മളിവിടെ കൺസ്ട്രെയിൻസ് ആയിട്ട് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. So this structure means that all objects of type PC have slots of type keyboard, disk drive and CPU which are identified by the functions keyb, disk 1 and main box. Okay, അതാണ് ഇവിടെ നമ്മൾ മീൻ ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഒരു സിമാൻറ്റിക് നെറ്റ്വർക്ക് ഡയഗ്രാമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഫ്രെയിം റെപ്രസെൻറ്റേഷൻ ആണ്. ആ ഫ്രെയിം റെപ്രസെൻറ്റേഷനിൽ തന്നെ സ്റ്റീരിയോടിപ്പിക്കൽ റെപ്രസെൻറ്റേഷൻ്റെ വേറൊരു ഫോമാറ്റ് അല്ലെങ്കിൽ ഒരു സ്കിമാറ്റിക് സ്ട്രക്ചറാണ് സിമാൻറ്റിക് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ സിമാൻറ്റിക് നെറ്റ്വർക്ക്സ് വരുന്ന സമയത്ത് ഇത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒബ്ജക്ട് ക്ലാസ് ആണ് PC എന്ന് പറയുന്നത്. സോ ആ PCയുടെ റോൾസ് എല്ലാം നമ്മൾ ആരോയിലായിരിക്കും എഴുതുന്നത്. ദെൻ അതിൻ്റെ കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഡിവൈസസ് ഏതൊക്കെയാണോ നമ്മൾ കണക്ട് ചെയ്യുന്നത് അതാണ് നമ്മൾ അടുത്ത അതിൻ്റെ റെക്റ്റാങ്കിൾ ബ്ലോക്സിൽ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കീബോർഡ് ഉണ്ട്, ഡിസ്ക് ഡ്രൈവ് ഉണ്ട്, CPU ഉണ്ട്. കീബോർഡ് നമ്മൾ കീബി എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ വെച്ച് കണക്ട് ചെയ്യുന്നു. ഡിസ്ക് ഡ്രൈവിനെ disk 1 ത്രൂ കണക്ട് ചെയ്യുന്നു. CPUവിനെ മെയിൻ ബോക്സ് ത്രൂ കണക്ട് ചെയ്യുന്നു. ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ സിമാൻറ്റിക് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വേറൊരു ടൈപ്പ് ഓഫ് റെപ്രസെൻറ്റേഷൻ ആണ്. ഇനി നമ്മൾ PC തന്നെ പറയുമ്പോഴത്തേനും ഇപ്പോൾ ഒരു പേഴ്സണൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു സിംഗിൾ കമ്പ്യൂട്ടറിനെ അല്ല നമ്മൾ നേരത്തെ റെപ്രസെൻറ്റ് ചെയ്തത്, ഒരു വലിയൊരു ഒബ്ജക്റ്റ് ക്ലാസ്സിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി അതിനകത്തുനിന്ന് നമുക്ക് ഇൻഡിവിജ്വൽ ഓരോ PCയെ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ വി ക്യാൻ റെപ്രസെൻറ്റ് ദാറ്റ് ടു. സോ PC3 ഈസ് എ PC വിത്ത് കീബോർഡ് key 13, disk 1 DD11, മെയിൻ ബോക്സ് CPU 00023 എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ലേബൽ ചെയ്ത് ഫ്രെയിം നൊട്ടേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇൻഡിവിജ്വൽ ഓരോ ഇൻസ്റ്റൻസിനെ നമുക്ക് അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിപ്പം എന്തെങ്കിലും എന്താ പറയുക
അബ്രീവേഷൻസ് ഒക്കെ യൂസ് ചെയ്യും. ദിസ് ഡെഫിനിഷൻ ക്യാൻ ബി വ്യൂഡ് ആസ് ആൻ അബ്രീവിയേഷൻ ഓഫ് ദി FOPC ഫോർമുല PC of PC3 and keyboard PC3 equal to key 13. ഇതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെ റെപ്രസെന്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഓരോന്നിനെ അസൈൻ ചെയ്ത് റെപ്രസെന്റ് ചെയ്തു. ഇനി അടുത്ത് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PC3 വരണമെങ്കിൽ PC3 ആയിരിക്കണം അതിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ദെൻ അതിൻ്റെ കീബോർഡ് PC3യുടെ കീബോർഡ് എന്ന് പറയുന്നത് key 13 ആണ് വരുന്നത്. ആൻഡ് ഡിസ്ക് 1 PC3യുടെ ഡിസ്ക് 1 എന്ന് പറയുന്നത് DD11 ആണ്. മെയിൻ ബോക്സ് എന്ന് പറയുന്നത് CPU 00023 ആണ് എന്നുള്ളത് നമ്മൾ FOPC ഫോർമുല വെച്ച് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കണക്റ്റീവ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫങ്ഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് മാത്രം. ഇവിടെ നമ്മൾ അതിൻ്റെ ഫ്രെയിം നൊട്ടേഷൻ ഡയറക്റ്റ് അസൈൻ ചെയ്ത് യൂസ് ചെയ്തിരിക്കുന്നു, അതാണ് വ്യത്യാസം. സോ ഇത് ഫ്രെയിം നൊട്ടേഷൻ റെപ്രസെൻറ്റേഷൻ, ഇത് FOPC റെപ്രസെൻറ്റേഷൻ. ഇതിൻ്റെ തന്നെ ഇതായിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അത് സെമാന്റിക് നെറ്റ്വർക്ക് റെപ്രസെൻറ്റേഷൻ. ഇനി നമ്മൾ സ്ലോട്ട്സിനകത്ത് റെസ്ട്രിക്ഷൻസ് പറയുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ സ്ലോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, ഓരോന്നിൻ്റെയും സബ് പാർട്ട് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഒബ്ജക്റ്റിലേക്ക് കണക്ട് ചെയ്യുന്ന പാർട്സിനെയാണ് നമ്മൾ സ്ലോട്ട്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പോൾ കീബോർഡ്, ഡിസ്ക് ഡ്രൈവ്, ഇതെല്ലാം തന്നെ നമ്മൾ അപ്രോപ്രിയേറ്റ് കണക്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ CPU-യിലേക്ക് പ്ലഗ് ഇൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു അസേർഷൻ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. സോ നമ്മൾ നേരത്തെ പറഞ്ഞു CPU എന്ന് പറയുന്ന ഒരു ഫ്രെയിം സ്ട്രക്ചറായിട്ട് ഡിറൈവ് ചെയ്ത് വെച്ചേക്കുവാണ് അല്ലേ. അതിനകത്ത് സ്ലോട്ട്സ് എന്ന് പറയുന്നത് കീബോർഡ് പ്ലഗ്, ഡിസ്ക് പോർട്ട്, പവർ പ്ലഗ്, ഇതെല്ലാം നമ്മൾ കൊടുത്തിട്ട് അത് ഇന്നടുത്ത് തന്നെയാണ് കണക്ട് ചെയ്യേണ്ടത് എന്നുള്ള കൺസ്ട്രെയിൻസ് ആയിരിക്കും നമ്മളിവിടെ പറയാൻ പോകുന്നത്. സോ അപ്പോൾ ഇവിടെ കീബോർഡിനകത്ത് അതായത് കീബോർഡ് ഓഫ് കീ ബി എന്ന് പറയുമ്പോഴത്തേനും അത് എവിടെ തന്നെ ആയിരിക്കണം, ഈ കീബോർഡ് കണക്ട് ചെയ്യേണ്ടത് കീ ബി വഴിയാണ്. ആൻഡ് പാർട്ട് ഓഫ് കീ ബി കോമ പി, പിയുടെ പാർട്ടാണ് ഈ കീബോർഡ് എന്ന് പറയുന്നത്. ആൻഡ് കണക്റ്റഡ് ടു, ഇറ്റ് ഷുഡ് ബി കണക്റ്റഡ് ടു കീബോർഡ് ത്രൂ കീബോർഡ് പ്ലഗ് ഇൻ ടു മെയിൻ ബോക്സ്. മെയിൻ ബോക്സിലേക്ക് കീബോർഡ് പ്ലഗ് വഴി കണക്ട് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു കൺസ്ട്രെയിൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഡിസ്ക് ഡ്രൈവ്, അത് ഡിസ്ക് 1 എന്ന് പറയുന്നതാണ് ഈ പിയുടെ പാർട്ടായിട്ട് വന്നിരിക്കുന്നത്. അത് ഡിസ്ക് പോർട്ട് വഴി മെയിൻ ബോക്സിലേക്ക് കണക്ട് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു പാർട്ടിൽ വരുന്നത്. ദെൻ അതുപോലെ CPU മെയിൻ ബോക്സ്, അത് പവർ പ്ലഗ് വഴി കണക്ട് ചെയ്യണം എന്നുള്ള ആ ഒരു ഇതും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. ദെൻ അടുത്ത അതുപോലെ തന്നെ റിലേഷൻസ് നമുക്ക് ഇതിനകത്ത് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. റിലേഷൻസ് നമ്മൾ 3 രീതിയിൽ സ്പെസിഫൈ ചെയ്യാറുണ്ട്. പ്രീ കണ്ടീഷൻസ്, ഇഫക്ട്സ്, ഡീകമ്പോസിഷൻ. പ്രീ കണ്ടീഷൻസ് എന്ന് പറയുമ്പോഴത്തേനും പ്രോപ്പർട്ടീസ് ദാറ്റ് ടിപ്പിക്കലി എനേബിൾ ദ ആക്ഷൻ, അതിൻ്റെ ആക്ഷൻ എനേബിൾ ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ പ്രീ കണ്ടീഷൻസ് യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇഫക്ട്സ് എന്ന് പറയുമ്പോഴത്തേനും ആ ആക്ഷൻ കാരണം ഉണ്ടായ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി, അതിനെയാണ് നമ്മൾ ഇഫക്ട്സ് എന്ന് പറയുന്നത്. ഡീകമ്പോസിഷൻ മീൻസ് the way in which an action is typically performed, how to perform an action, അത് പറയുന്നതാണ് ഡീകമ്പോസിഷൻ. സോ അപ്പോൾ ഇത് ഡീകമ്പോസിഷൻ യൂഷ്വലി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് സീക്വൻസ് ഓഫ് സബ് ആക്ഷൻസ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് നമ്മൾ റിലേഷൻസ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബൈ എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ്, ഇതൊരു ആക്ഷൻ ക്ലാസ് ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ബൈ ചെയ്യണമെങ്കിൽ, എന്തെങ്കിലും ഒരു സാധനം നമുക്ക് ബൈ ചെയ്യണമെങ്കിൽ അവിടെ ആരുടെയൊക്കെ റോൾ ഉണ്ടാവണം? ബയ്യർ ഉണ്ടാവണം, സെല്ലർ ഉണ്ടാവണം, ഒബ്ജക്റ്റ് ഉണ്ടാവണം, മണി ഉണ്ടാവണം. ഓക്കെ, ഇത്രയും സാധനങ്ങൾ അവിടെ ഉണ്ടാവണം. ദെൻ ഇതിന്റെ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് ബയ്യർ ഹ്യൂമൻ ആയിരിക്കും, സെയിൽസ് ഏജന്റ്, സെല്ലർ സെയിൽസ് ഏജന്റ് ആയിരിക്കും. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈസ് ഒബ്ജക്റ്റ് ആണ് എന്നുള്ളത് അസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ വാല്യൂ എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റിന്റെ പ്രൈസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മണിയാണ് വാല്യൂ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കൺസ്ട്രെയിൻസ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ദെൻ അതിന്റെ പ്രീ കണ്ടീഷൻസ് എന്ന് പറയുമ്പം ബയറുടെ കയ്യിൽ മണി ഉണ്ടായിരിക്കണം, അതുപോലെ സെല്ലറുടെ കയ്യിൽ ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ബൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ദെൻ ഇനി ഇതിന്റെ ഇഫക്ട്സ് എന്ന് പറയുന്നത്, സോ ദീസ് ആർ ദ പ്രീ കണ്ടീഷൻസ്. ഇഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയ്യറുടെ കയ്യിൽ, അതായത് ഒരു ട്രാൻസാക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ബയ്യറുടെ കയ്യിൽ മണി ഉണ്ടാവില്ല, സെല്ലറുടെ കയ്യിൽ ഒബ്ജക്റ്റ് ഉണ്ടാവത്തില്ല. പകരം ബയ്യറുടെ കയ്യിൽ ഒബ്ജക്റ്റ് ഉണ്ടാവും, സെല്ലറുടെ കയ്യിൽ മണി ഉണ്ടാവും. അതാണ് ഇതിൻ്റെ ഇഫക്റ്റ് ആയിട്ട് വരുന്നത്.
അപ്പം ഇതിന്റെ ഡീകോമ്പോസിഷൻ അല്ലെങ്കിൽ അതിനകത്ത് വരാനുള്ള ആക്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്? ഗീവ് ബയ്യർ സെല്ലർ മണി. ബയ്യർ സെല്ലർക്ക് മണി കൊടുക്കുക, അപ്പോൾ സെല്ലർ ബയ്യർക്ക് ഒബ്ജക്റ്റ് കൊടുക്കും. ഇതാണ് അതിനകത്ത് ആക്ഷൻ ആയിട്ട് നടക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബൈ എന്ന് പറയുന്ന ആ ഒരു ആക്ഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫ്രെയിംസ് അല്ലെങ്കിൽ സ്റ്റീരിയോടിപ്പിക്കൽ ഇൻഫർമേഷൻ റെപ്രസെൻറ്റേഷൻ. ഇനി നാച്ചുറൽ ലാംഗ്വേജ് ക്വാണ്ടിഫിക്കേഷൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം നമുക്കിപ്പം ഒരു ലോജിക്കൽ ഫോം ഉള്ള ഒരു ലാംഗ്വേജിനെ KRLലേക്ക് മാപ്പ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിഫയേഴ്സിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ്. കാരണം ലോജിക്കൽ ഫോമിൽ വരുമ്പോഴത്തേനും ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് ക്വാണ്ടിഫിക്കേഷൻ ഫോംസ് അവൈലബിൾ ആണ്. പക്ഷേ KRLനകത്ത്, നോളജ് റെപ്രസെൻറ്റേഷൻ ലാംഗ്വേജിനകത്ത് നമുക്ക് യൂണിവേഴ്സൽ ആൻഡ് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫിക്കേഷൻ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. സോ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒന്നുകിൽ ഫോർ ഓൾ അല്ലെങ്കിൽ ദെയർ എക്സിസ്റ്റ്, ആ 2 ടൈപ്പ് ഓഫ് ക്വാണ്ടിഫയേഴ്സ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ KRL നമ്മൾ ഒബ്ജക്ട്സിന് സെറ്റ്സിനെ തന്നെ നമുക്ക് ഒബ്ജക്ട്സ് ആയിട്ടും ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതെങ്ങനെയാണ്? ഇതിനകത്ത് നമ്മൾ സെറ്റ് യൂസ് ചെയ്യാറുണ്ട്. സെറ്റ് എന്ന് പറയുമ്പോൾ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സിനെയാണ് നമ്മളൊരു സെറ്റായിട്ട് പറയുന്നത്. ആ സെറ്റ് ഫൈനൈറ്റ് ആവാം അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ആവാം. ഇപ്പോൾ KRLൻ്റെ കേസിൽ നമ്മൾ ഓൺലി ഫൈനൈറ്റ് സെറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് സെറ്റ് മെമ്പേഴ്സിനെ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നത് കേർലി ബ്രേസസ് യൂസ് ചെയ്തുകൊണ്ടാണ് സെറ്റ് മെമ്പേഴ്സിനെ ലിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതാണ് അതിനൊരു എക്സാമ്പിളായിട്ട് പറയുന്നത് y such that py. ഇവിടെ py എന്ന് പറയുന്നത് ഒരു എക്സ്പ്രഷൻ ആയിരിക്കും. ഈ എക്സ്പ്രഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ ഒബ്ജക്ട്സും ആയിരിക്കും y റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ സെറ്റ് ഓഫ് ഓൾ ഒബ്ജക്ട്സ് സാറ്റിസ്ഫൈ ദ എക്സ്പ്രഷൻ py. ഇതാണ് ഈ ഒരു സെറ്റ് എന്ന് പറയുന്നത്. സോ സെറ്റ് ഓഫ് ഓൾ മെൻ, ഇതിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? y such that man of y. ഓക്കെ, ഇതുകൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഓൾ മെൻ എന്നുള്ള ആ ഒരു ക്ലോസ് ആണ്. അപ്പൊ അതുപോലെ തന്നെ നമുക്കിപ്പം സം മെൻ മെറ്റ് അറ്റ് 3, കുറച്ച് ആൾക്കാർ 3 മണിക്ക് കണ്ടു എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പൊ അതിൻ്റെ ആ ഒരു ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുമ്പോൾ there exist m. ഓക്കെ, എം എന്ന് പറയുമ്പോഴത്തേനും ഇറ്റ്സ് എ സെറ്റ്. ഓക്കെ, സോ നമ്മൾ ആ സെറ്റിനെ അല്ലെങ്കിൽ ആ വേരിയബിളിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എം സച്ച് ദാറ്റ് എം കണ്ടെയ്ൻസ് വാട്ട്? എക്സ് സച്ച് ദാറ്റ് മാൻ ഓഫ് എക്സ്. ഇവിടെ ഓരോ എക്സും, അതായത് ഈ എമ്മിനകത്തുള്ള ഓരോ എലമെന്റും എക്സ് ആണ്. എക്സ് എന്ന് പറയുന്നത് മാൻ ആണ്. ഓക്കെ, ദെൻ മീറ്റ് 1 m, 3 PM. മീറ്റ് നമ്മുടെ ഇവിടുത്തെ ഫങ്ഷനാണ്. ഈ എം സെറ്റിനകത്തുള്ള എല്ലാ മെന്നും 3 മണിക്ക് മീറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇതിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ വേരിയബിൾസിനെ അപ്പർ കേസ് വെച്ച് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. ചില വേർബ്സിനാണെങ്കിൽ നമുക്ക് സെറ്റ്സോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസോ ഒക്കെ നമുക്ക് ആർഗ്യുമെന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം മീറ്റിനകത്ത് നമ്മൾ ഇവിടെ ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഒരു സെറ്റാണ് ആർഗ്യുമെന്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ മീറ്റിനകത്ത് തന്നെ ഒരു സിംഗിൾ പേഴ്സണ് വേറൊരാളുമായിട്ട് മീറ്റ് ചെയ്തതായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടോ സെറ്റായിട്ടോ നമുക്ക് ഇതിൻ്റെ ആർഗ്യുമെന്റ് സ്പെസിഫൈ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ചിലതിനകത്താണെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വൽസ് മാത്രമേ പറ്റുള്ളൂ, ചിലപ്പം സെറ്റ്സ് മാത്രമേ പറ്റത്തുള്ളൂ, ചിലതിനകത്താണെങ്കിൽ രണ്ടും പറ്റും എന്നുള്ള കേസസും ഒക്കെ വരാറുണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൺസ്ട്രെയിൻസ് നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടാവും. സോ ഇപ്പോൾ സൈസ് ഓഫ് സെറ്റ് നമുക്ക് വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു സെൻറ്റൻസ് പറയുന്നത് 3 men entered the room എന്നുള്ളതാണ് ഒരു സെൻറ്റൻസ്. അപ്പോൾ ഇവിടുത്തെ കൺസ്ട്രെയിൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻ ആണ് എൻ്റർ ചെയ്തത്. ഓക്കെ, ആ മെൻ എന്ന് പറയുന്ന ഒരു സെറ്റാണ്. അതിൽ തന്നെ ആ സെറ്റിനൊരു കൺസ്ട്രെയിൻ്റ് ഉണ്ട്. എന്താണ്? 3 മെന്നാണ്, 3 പേരാണ് റൂമിലേക്ക് എൻ്റർ ചെയ്തത് എന്നുള്ളത്. സോ അപ്പം നമ്മൾ നേരത്തെ എഴുതിയ ആ ഒരു ഫോർമുലയെ കുറച്ചൊന്ന് മോഡിഫൈ ചെയ്യുവാണ്. there exist m contains what? y such that man of y. അപ്പോൾ ഇവിടെ മെന്നിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സെറ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, എന്താണ്? ആംബസാൻഡ് ആൻഡ് കാർഡിനാലിറ്റി ഓഫ് m = 3. എമ്മിൻ്റെ നമ്പർ ഓഫ് സെറ്റ് എലമെന്റ്സ് എന്ന് പറയുന്നത് 3 ആണ് വരേണ്ടത്.
ഫോർ ഓൾ എം എലമെന്റ് ഓഫ് എം. ഓക്കെ, അതായത് ഈ എം എന്ന് പറയുന്ന സെറ്റിനകത്ത് 3 പേരുണ്ട്. ആ 3 പേര് എന്ന് പറയുന്നത് ഈ ക്യാപിറ്റൽ എമ്മിന്റെ എലമെന്റ്സ് ആണ്. ദേ എൻ്റർ ആണ് എൻ്റർ ചെയ്തു എന്നാണ് പറയുന്നത്. എങ്ങോട്ടേക്ക് എൻ്റർ ചെയ്തു? റൂം 1ലേക്ക് എൻ്റർ ചെയ്തു. ആര്? എം. ഓക്കെ, സോ ഈ രീതിയിലാണ് നമ്മൾ ആ ഒരു റെപ്രസെൻറ്റേഷൻ എഴുതുന്നത്. സോ അപ്പോൾ ഇവിടെ നമ്മൾ റെസ്ട്രിക്ഷൻ കൊടുത്തിരിക്കുന്നത് എം എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്നുള്ള രീതിയിൽ, അല്ല സോറി, ഈ ഒരു റെസ്ട്രിക്ഷൻ നമ്മൾ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 3 എന്നുള്ള രീതിയിൽ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ ഇപ്പം നമ്മൾ ഈക്വൽ ടു 3 ആണ് പറഞ്ഞിരിക്കുന്നത്, അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്നാക്കി മാറ്റുവാണ് എങ്കിൽ വിൽ ഗെറ്റ് അനദർ മീനിങ് ദാറ്റ് അറ്റ്ലീസ്റ്റ് 3 men entered the room എന്നായി മാറും. ഇവിടെ ഈ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് 3 men entered the room എന്നുള്ളതാണ്. അത് നമ്മൾ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 3 ആക്കുവാണ് എങ്കിൽ വിൽ ഗെറ്റ് അനദർ മീനിങ് അറ്റ്ലീസ്റ്റ് 3 men entered the room. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു ക്വാണ്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി ടൈം ആൻഡ് ആസ്പെക്ട് ക്ലാസ്സസ് ഓഫ് വേർബ്സ്. നമ്മൾ വേർബ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ടൈമും അതിനകത്ത് ഒക്കെ നോളജ് റെപ്രസെൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ടെമ്പോറൽ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ വരാറുണ്ട് നാച്ചുറൽ ലാംഗ്വേജിനകത്ത്. അതുപോലെ തന്നെ പല ക്ലാസ്സസ് ഓഫ് വേർബ്സ്, ടെൻസുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ അപ്പം നോളജ് റെപ്രസെൻറ്റേഷനിൽ ഒരു സെൻട്രൽ കമ്പോണൻ്റ് ആണെന്ന് തന്നെ പറയാം നമുക്ക് വേർബ്സും ടൈമും. ഓക്കെ, അപ്പം ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഫോർ 5 minutes, യെസ്റ്റർഡേ, അറ്റ് 3 o'clock, ആഫ്റ്റർ ദേ ഹാഡ് ലെഫ്റ്റ്, ഇങ്ങനെ നമ്മൾ ടൈം ക്വാണ്ടിഫയേഴ്സ് നമ്മൾ പറയാറുണ്ട്. അതെങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത് നമുക്ക് വരുന്നത്. സോ അപ്പോൾ അതിനകത്ത് FOPC റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അഡീഷണൽ എക്സ്റ്റൻഷൻസ് ആഡ് ചെയ്യുന്നുണ്ട്. അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൈംസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മൾ ഒന്ന് ടൈം പോയിന്റ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ടൈം പോയിന്റ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ആൻ ഇൻസ്റ്റന്റേനിയസ് ടൈം അസോസിയേറ്റഡ് വിത്ത് സം ട്രാൻസിഷൻ. ഒരു ട്രാൻസിഷൻ നടക്കുന്ന ആ കറക്റ്റ് ഇൻസ്റ്റന്റേനിയസ് ടൈമിനെയാണ് നമ്മൾ ടൈം പോയിന്റ് എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലൈറ്റ് ടേണിങ് ഓൺ, നമ്മൾ ലൈറ്റ് ടേൺ ഓൺ ചെയ്യുന്നു, ആ ഒരു കറക്റ്റ് ആ ഒരു ഇൻസ്റ്റന്റ് ടൈം, അതിനെയാണ് നമ്മൾ ടൈം പോയിന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സമ്മൺ ഫൈൻഡിങ് എ ലൂസ് പെൻ, നഷ്ടപ്പെട്ടു പോയ ഒരു പേന ഒരാൾ കണ്ടുപിടിക്കുന്നു, ആ ഒരു പെർട്ടിക്കുലർ ടൈം, അതാണ് ടൈം പോയിന്റ് എന്ന് പറയുന്നത്. ദെൻ ഇന്റർവെൽ ഉണ്ടാവും. ചില സമയത്ത് ഒരു ഇവന്റ് നടക്കുകയാണെങ്കിൽ ആ ഇവന്റ് എന്ന് പറയുന്നത് ഒരു സ്ട്രെച്ച് ഓഫ് ടൈമിലായിരിക്കും നടക്കുന്നത്. സോ അതിനെയാണ് നമ്മൾ ഇന്റർവെൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ചിലപ്പോൾ ഡ്യൂറേഷൻ, അതായത് ഇന്റർവെൽസ് ഉണ്ടെങ്കിൽ ഡ്യൂറേഷൻസ് ഉണ്ടാവും. എല്ലാ ഇന്റർവെൽസിനും ഡ്യൂറേഷൻസ് ഉണ്ടാവും, പക്ഷേ ടൈം പോയിന്റിനാണെങ്കിൽ ഡ്യൂറേഷൻ ഉണ്ടാവത്തില്ല. അപ്പോൾ ഈ 3 ടൈപ്പ് ഓഫ് റെപ്രസെൻറ്റേഷൻ ആണ് നമുക്ക് മെയിനായിട്ടും ചെയ്യാനുള്ളത്. മെനി പ്രെഡിക്കേറ്റ്സ് ക്യാൻ ബി ഡിഫൈൻഡ് ഓൺലി ഓവർ ഇൻ്റർവെൽസ്. പല പ്രെഡിക്കേറ്റ്സ് നമ്മൾ ഇൻ്റർവെൽസ് റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, കൺസിഡർ ദ പ്രെഡിക്കേറ്റ് ദാറ്റ് അസേർട്സ് ദാറ്റ് ജോൺ ഡ്രോവ് ഹിസ് കാർ ടു വർക്ക്. ഓക്കെ, ഇതൊരു സെൻറ്റൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അത് ഒരു സർട്ടൺ ടൈമിലേക്ക് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ ഒരു സെൻറ്റൻസ് ട്രൂ ആവണമെങ്കിൽ ഒരു ഇന്റർവെൽ ഓഫ് ടൈമിലേക്ക് മാത്രമായിരിക്കും ഇത് ട്രൂ ആവുന്നത്. ജോൺ എപ്പോഴും ഇങ്ങനെ കാർ അടിച്ചുകൊണ്ടിരിക്കില്ലല്ലോ. ഓഫീസിൽ എത്താൻ വേണ്ടിയിട്ട് ആ ഒരു ഡെസ്റ്റിനേഷൻ റീച്ച് ചെയ്യാനായിട്ട് അവിടെ എന്തായാലും ഒരു പെർട്ടിക്കുലർ ടൈം വേണം. ആ ടൈം കഴിയുമ്പോൾ അയാൾ അവിടെ എത്തും, അല്ലേ? സോ യു കനോട്ട് ഡ്രൈവ് ഇൻ എ സിംഗിൾ പോയിന്റ്. ഒരു സിംഗിൾ പോയിന്റിൽ നിന്നുകൊണ്ട് ഡ്രൈവ് ചെയ്യാനൊട്ട് പറ്റത്തുമില്ല. സോ അപ്പം ഇങ്ങനെയൊക്കെയുള്ള അസേർഷൻസ് ഒക്കെ നമുക്ക് ഇതിനകത്തുനിന്ന് എടുക്കാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. ദെൻ അതുപോലെ തന്നെ ഇന്റർവെൽസ്, നമ്മൾ പോയിന്റ്സും ഇന്റർവെൽസും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ പറയാറുണ്ട്. 2 ഇന്റർവെൽസ് ഓവർലാപ്പ് ചെയ്യാം, പക്ഷെ പോയിന്റ്സ് ഓവർലാപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി 2 ഇന്റർവെൽസ് മീറ്റ് ചെയ്യാം. ഒരു ഇന്റർവെൽ കഴിഞ്ഞതിന് ശേഷം അടുത്തൊരെണ്ണം തുടങ്ങുന്നു, അല്ലെങ്കിൽ ദേ ഡു നോട്ട് ഓവർലാപ്പ് ഇൻ ടൈം ഓർ ഹാവ് എനി ടൈം ബിറ്റ്വീൻ ദം. അവർ തമ്മിൽ ഓവർലാപ്പ് ചെയ്യില്ല, പക്ഷെ അതിനിടയിൽ ഇത് ഉണ്ടാവാനും പാടില്ല. ഓക്കെ, സോ എ പോയിന്റ് ഓർ ആൻ ഇന്റർവെൽ മേ ബി കണ്ടെയ്ൻഡ് വിത്തിൻ അനദർ ഇന്റർവെൽ ബട്ട് നത്തിങ് ക്യാൻ ബി കണ്ടെയ്ൻഡ് വിത്തിൻ എ പോയിന്റ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഈ പോയിന്റ്സ് ആൻഡ് ഇന്റർവെൽസിൽ നമുക്ക് പറയുന്ന ഈ ഡിഫറെന്റ് റിലേഷൻഷിപ്സിനെ നമ്മൾ ഈ രീതിയിലാണ് FOPCയിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പൊ T1 ലെസ് ദാൻ T2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് അല്ലെങ്കിൽ ഇന്റർവെൽ T1 ഈസ് ബിഫോർ പോയിന്റ് ഓർ ഇന്റർവെൽ T2.
T1 colon T2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ interval T1 meets interval T2 or point T1 defines the beginning of interval T2 or point T2 defines the end of interval T1. ഇങ്ങനെയുള്ള പല മീനിങ്സ് ഈ ഒരു റെപ്രസെൻറ്റേഷനിൽ നമുക്ക് പറയാം. Then T1 subset of T2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ point or interval T1 is contained in interval T2. ഇങ്ങനെയൊക്കെയുള്ള പ്രെഡിക്കേറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടെമ്പോറൽ റിലേഷൻസ് നമ്മുടെ FOPCയിൽ സ്പെസിഫൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ സെൻറ്റൻസസിനകത്ത് പ്രിപ്പോസിഷൻസ് യൂസ് ചെയ്യാറുണ്ട്. പ്രൊപ്പോസിഷൻസ് യൂസ് ചെയ്യുന്നത് അത് മെയിനായിട്ട് 3 ക്ലാസ്സസ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റാറ്റീവ് പ്രൊപ്പോസിഷൻസ് ഉണ്ട്, അതായത് വിച്ച് ഡിസ്ക്രൈബ്സ് സ്റ്റേറ്റ്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന പ്രൊപ്പോസിഷൻസ്. അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സ്റ്റാറ്റീവ് പ്രൊപ്പോസിഷൻസ് ലാക്സ് ആൻ എൻഡിങ് പോയിന്റ്. അതിലൊരിക്കലും ഒരു എൻഡിങ് പോയിന്റ് വരില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജാക്ക് ഈസ് ഫീലിംഗ് ഹാപ്പി. ഓക്കെ, ഈ ഒരു സെൻറ്റൻസ് കണ്ടു കഴിഞ്ഞാൽ ജാക്ക് ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എത്ര സമയത്തേക്കാണെന്നോ എപ്പം മുതൽ എപ്പോൾ വരെയെന്നോ അങ്ങനെയൊന്നും സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. സോ ഇവിടെ നമ്മൾ എന്താണ്, ദർ ഈസ് നോ എൻഡിങ് പോയിന്റ്. അതുപോലെ തന്നെ ഐ ബിലീവ് ദ വേൾഡ് ഈസ് ഫ്ലാറ്റ്. ഈ ഒരു ബിലീഫ് എന്ന് പറയുന്നത് എത്ര നാൾ വേണമെങ്കിലും പോകാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് അവിടെയും ഒരു എൻഡിങ് പോയിന്റ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നില്ല. അപ്പം ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ആ ഒരു പ്രൊപ്പോസിഷൻസിനെയാണ് നമ്മൾ എന്താ പറയുക, സ്റ്റാറ്റീവ് പ്രൊപ്പോസിഷൻസ് എന്ന് പറയുന്നത്. ദെൻ ആക്ടിവിറ്റി പ്രൊപ്പോസിഷൻസ് ഉണ്ട്, വിച്ച് ഡിഫൈൻസ് ഓൺ ഗോയിങ് ആക്ടിവിറ്റീസ് ഓവർ ആൻ ഇൻ്റർവെൽ ഓഫ് ടൈം. ഒരു ഇൻ്റർവെൽ ഓഫ് ടൈമിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റീസിനെ ഡിഫൈൻ ചെയ്യുന്ന ടൈപ്പ് ഓഫ് പ്രൊപ്പോസിഷൻസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജാക്ക് ഈസ് റണ്ണിങ്. ഓക്കെ, ജാക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. ദ ഡോർ വാസ് സ്വിങ്ങിങ് ടു ആൻഡ് ഫ്രോ. ഡോറ് അടയുകയും തുറക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള മീനിങ് അല്ലേ. അപ്പോൾ അതെല്ലാം തന്നെ ഒരു പെർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിലായിരിക്കും നടക്കുന്നത്. ജാക്ക് ഫുൾ ടൈം ഓടിക്കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. സോ ഹി വിൽ ബി റണ്ണിങ് ഫോർ സം ടൈം, സം ഇൻ്റർവെൽ ഓഫ് ടൈം. അതുപോലെ ഡോർ സ്വിങ് ചെയ്യുന്നത് കുറച്ചായിട്ട് അത് പിന്നെ അതിൻ്റെ സ്വിങ്ങിങ് കുറഞ്ഞു പിന്നെ സ്വിങ്ങിങ് ഇല്ലാതെ വരും അല്ലേ. അതും ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെൽ ഓഫ് ടൈമിലേക്കാണ് നടക്കുന്നത്. അപ്പോൾ അതാണ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്, ആക്ടിവിറ്റി പ്രൊപ്പോസിഷൻ. ദെൻ ടെലിക് പ്രൊപ്പോസിഷൻസ് ഉണ്ട്. ടെലിക് പ്രൊപ്പോസിഷൻസ് എന്ന് പറയുമ്പോൾ ഡിഫൈൻസ് കംപ്ലീറ്റഡ് ഇവൻറ്റ്സ്. കംപ്ലീറ്റ് ആയ ഇവൻറ്റ്സിനെയാണ് ടെലിക് പ്രൊപ്പോസിഷൻസ് എന്ന് പറയുന്നത്. ആ കംപ്ലീറ്റ് ആവുന്ന ആ ഒരു പെർട്ടിക്കുലർ ടൈമിനെയാണ് കൾമിനേഷൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജാക്ക് ഫെൽ അസ്ലീപ്പ്. ജാക്ക് ശരിക്കും ഉറക്കത്തിലേക്ക് വീണു അല്ലെ. ആ ഒരു പോയിന്റ്, ആ ഒരു ഉറക്കത്തിലേക്ക് എത്തിയ ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ കൾമിനേഷൻ പോയിന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജാക്ക് ക്ലൈംബ് ദ മൗണ്ടൻ. ക്ലൈംബ് ചെയ്ത് മുകളിൽ എത്തുമ്പോഴാണ് നമ്മൾ അത് പറയുന്നത്. സോ അതാണ് കൾമിനേഷൻ പോയിന്റ്. ഇനി ഇതിൽ തന്നെ നമ്മൾ എന്താണ് ടെലിക് എന്ന് പറയുമ്പോഴത്തേനും ഇവന്റ് കംപ്ലീഷൻ ആണ്. ഇവന്റ് കംപ്ലീഷൻ ആയി കഴിയുമ്പോഴത്തേനും അച്ചീവ്മെന്റ്സും പറയാറുണ്ട്, അക്കംപ്ലിഷ്മെന്റും പറയാറുണ്ട്. ഓക്കെ, അച്ചീവ്മെന്റ് സെന്റൻസസും ഉണ്ട്, അക്കംപ്ലിഷ്മെന്റ് സെന്റൻസസും ഉണ്ട്. അച്ചീവ്മെന്റ് സെന്റൻസസ് എന്ന് പറയുമ്പോഴത്തേനും ജാക്ക് റീച്ച്ഡ് ദ സബ്മിറ്റ് ഓർ ഹെലൻ ക്ലോസ്ഡ് ദ ഡോർ. ഓക്കെ, അത് എന്തോ അച്ചീവ് ചെയ്തു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. സോ ദീസ് വിൽ മാപ്പ് ടു പ്രൊപ്പോസിഷൻസ് ദാറ്റ് ഡിസ്ക്രൈബ് ട്രാൻസിഷൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ ട്രാൻസിഷൻസിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് അച്ചീവ്മെന്റ് പ്രൊപ്പോസിഷൻസിൽ. സോ ദ ഫസ്റ്റ് ഡിസ്ക്രൈബ്സ് ട്രാൻസിഷൻ ആഫ്റ്റർ വിച്ച് ജാക്ക് ഈസ് അറ്റ് ദ സബ്മിറ്റ്. സബ്മിറ്റിന് റീച്ച് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ട്രാൻസിഷൻ നടക്കുന്നത് സബ്മിറ്റിന് എത്തിയതിന് ശേഷം. Whereas the second describes a transition after which the door is closed. ഡോറ് ക്ലോസ് ചെയ്തതിന് ശേഷം എന്താണ് നടക്കുന്നത്, അതാണ് സെക്കൻഡ് വൺ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ സച്ച് പ്രെഡിക്കേറ്റ്സ് കനോട്ട് ഹോൾഡ് ഓവർ ഇൻ്റർവെൽസ്. ഇതിന് നമുക്ക് ഇൻ്റർവെൽസ് വെച്ച് പറയാൻ പറ്റില്ല. ഓക്കെ, അത് എപ്പോഴാണോ ആ സബ്മിറ്റിൽ റീച്ച് ആവുന്നത് അതിനുശേഷം നടക്കുന്നതാണ് അവിടുത്തെ ആ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഡോർ എപ്പോഴാണോ ക്ലോസ് ആയത് അതിനുശേഷം നടക്കുന്നതാണ് അതിൻ്റെ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഇൻ്റർവെൽ വെച്ച് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് ദെയർ ഡെഫിനിഷൻസ് മൈറ്റ് ഇൻക്ലൂഡ് ഇൻഫർമേഷൻ അബൌട്ട് റിസൾട്ടിങ് സ്റ്റേറ്റ്സ്. പകരം ഇൻ്റർവെൽ ഓഫ് ടൈമിന് പകരം നമുക്ക് അവിടെ എന്താ പറയാൻ പറ്റുക, റിസൾട്ടിങ് സ്റ്റേറ്റ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ ഫോർ ഓൾ A1 L1 T1 റീച്ച് അറ്റ് A1 L1 T1. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇഫ് ആൻ ഏജന്റ് A1 റീച്ചസ് എ ലൊക്കേഷൻ L1. ഓക്കെ, A1 എന്ന് പറയുന്നത് ഒരു ഏജന്റ്, ഒരാൾ റീച്ചസ് എ ലൊക്കേഷൻ L1. ലൊക്കേഷനാണ് L1. ടൈം പോയിന്റ് എന്ന് പറയുന്നത് T1.
then A1 is at L1 for some interval of time that starts at T1 എന്നുള്ളതാണ് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പം ജാക്ക് റീച്ച്ഡ് ദ സബ്മിറ്റ് എന്ന് പറയുമ്പോൾ അയാൾ എപ്പോൾ റീച്ച് ചെയ്തോ അപ്പം മുതൽ ഒരു ഇൻ്റർവെൽ ഓഫ് ടൈം വരെ അയാൾ ആ സബ്മിറ്റിൽ ഉണ്ട് എന്നുള്ളതാണ്. അതാണ് അവിടുത്തെ ട്രാൻസിഷൻ. സോ ഹീസ് അറ്റ് ദ സബ്മിറ്റ്, സോ ദാറ്റ്സ് ദ റിസൾട്ടിങ് സ്റ്റേറ്റ്. സോ റീച്ച് അറ്റ്, ഓക്കെ. റീച്ച് എന്നുള്ളത് നമ്മുടെ ഇവിടുത്തെ അച്ചീവ്മെന്റ് സെന്റൻസ് ആണ്, അച്ചീവ്മെന്റ് ആണ്. അറ്റ് എന്നുള്ളത് അതിൻ്റെ റിസൾട്ടിങ് സ്റ്റേറ്റ് ആണ്. ഓക്കെ. ദെൻ അതുപോലെ അക്കംപ്ലിഷ്മെന്റ് സെന്റൻസസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ജാക്ക് റാൻ ടു ദ സ്റ്റോർ ഹാവ് എ മോർ കോംപ്ലക്സ് സ്ട്രക്ചർ ദാറ്റ് സീംസ് ടു കമ്പൈൻ സെവറൽ ഫോംസ്. അതായത് ജാക്ക് ഓടിയത് കൊണ്ടാണ് സ്റ്റോറിൽ എത്തിയത്. സോ ഹി അക്കംപ്ലിഷ്ഡ് സംതിങ്, ഹി റീച്ച്ഡ് ദ സ്റ്റോർ. ഓക്കെ. സോ അതാണ് ഇവിടെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇവിടെ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫോർമുല പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ രീതിയിലായിരിക്കും. T1 T2, T1 മുതൽ T2 വരെ ഹി വിൽ ബി റണ്ണിങ് ജാക്ക് 1 T1 തുടങ്ങി ജാക്ക് റണ്ണിങ് ആയിരുന്നു. ആൻഡ് അറ്റ് ജാക്ക് എപ്പോൾ എത്തി സ്റ്റോറിൽ? T2 ടൈമിൽ എത്തി. ആൻഡ് T1 T1 കഴിഞ്ഞിട്ടാണ് T2 ടൈം വന്നിരിക്കുന്നത്. ഓക്കെ. ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഒരു FOPC റെപ്രസെൻറ്റേഷൻ വരുന്നത്. അപ്പം നിങ്ങളത് ജസ്റ്റ് എന്താണ് കാര്യം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. നമ്മൾ പ്രാക്ടിക്കലി എന്തെങ്കിലും ചെയ്യുമ്പോൾ മാത്രമേ ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് അറിവുണ്ടാവുള്ളൂ. ഇപ്പം ജസ്റ്റ് കാര്യം എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. പിന്നെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് ലോക്കൽ ഡിസ്കോഴ്സ് ആൻഡ് കോണ്ടെക്സ്റ്റ് റെഫറൻസ് ഒക്കെയാണ് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോളജ് റെപ്രസെൻറ്റേഷനകത്ത് മെയിനായിട്ട് വരുന്നത്. ഓക്കെ.